ഫ്രണ്ട്സ്, ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യം MCO7 ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എംകോ അല്ലെ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ MCO07 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പ്രോബ്ലമാണ്, തിയറി അല്ല ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പൊതുവെ എന്താ ഒരു 1-2 പ്രോബ്ലംസൊക്കെ അല്ലെങ്കിൽ 3 പ്രോബ്ലംസൊക്കെ ഒരു ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. പൊതുവെ 2 എണ്ണമൊക്കെയാണ് കാണാറ്. ഓക്കെ, 2-3. അപ്പോൾ പ്രോബ്ലം വെച്ചിട്ട് നമുക്ക് പാസ്സാകാനൊക്കെ സാധിക്കും. കാരണം പ്രോബ്ലമൊക്കെ ചോദിക്കാൻ അത്യാവശ്യം നല്ല മാർക്ക് തന്നെയാണ് ചോദിക്കുന്നത്. ഈ ചെറിയൊരു പ്രോബ്ലം 14 മാർക്കിനാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 പ്രോബ്ലം ഞാൻ എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രീവിയസ് ഇയറിലായിട്ട് ചോദിച്ചാണ്. ഒരു തൊട്ട് മുമ്പത്തെ 1-2 അറ്റംപ്റ്റിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് പിക്ക് ചെയ്തിരിക്കുന്നത്. സോ ഇതൊന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്ത് നോക്കാം. A company had issued 10 lakh issued. ഓക്കെ, എന്ത് 8% ഡിബഞ്ചർ. എടാ, കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. എന്താണ് ഇഷ്യൂ ചെയ്തത്? ഡിബഞ്ചറാണ് ഇഷ്യൂ ചെയ്തത്. അത് എത്ര പെർസെൻറ്റേജാണ്? 8% ഡിബഞ്ചറാണ് കമ്പനി ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. എത്രയാണ് അതിൻ്റെ പ്രൈസ്? 10 lakh റുപ്പീസിൻ്റെയാണ് എന്ത് ഇഷ്യൂ ചെയ്തിരിക്കുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം, നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് 10 lakh ഇഷ്യൂ ചെയ്തിട്ടുണ്ട് ഡിബഞ്ചർ. 8% ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത്. അതൊക്കെ അറിയാമല്ലോ, ഓൾറെഡി നമ്മൾ BCom പഠിച്ചിട്ടുള്ളത്. ഇത് MCom ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടതായിട്ട് പാറിൽ ഡിസ്കൗണ്ട് 7% ആണ്. ആൻഡ് പ്രീമിയം കണ്ടുപിടിക്കണം. പ്രീമിയം 10% ആണ്. ഇനി എന്താണ് കണ്ടുപിടിക്കേണ്ടത്? കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഇൻ ഓൾ 3 കേസ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? KD ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് വേണം കണ്ടുപിടിക്കാൻ. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ കുറച്ച് ബേസ് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എല്ലാവർക്കും അറിയണമായിരിക്കും. ഇതൊരു സിമ്പിൾ ബേസ് ക്വസ്റ്റ്യൻ ആണ്. എന്നാലും അറിയാത്തവർക്ക് വേണ്ടി പറയാം. എങ്ങാനും അടുത്ത എക്സാമിന് ഇത് ചോദിക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ A to Z കാര്യങ്ങളൊന്നും പറയാൻ സാധിക്കുന്നതല്ല ഈ ചെറിയ ഒരു സെക്ഷനിൽ. ഇതെന്താ, ജസ്റ്റ് ഇതൊന്ന് വർക്കൗട്ട് ചെയ്യാം. പക്ഷെ ഞാൻ പറയുന്നുള്ളൂ, ശരിക്കും പറയേണ്ട ആവശ്യമില്ല. ഇതൊക്കെ പഠിച്ചിട്ട് വേണം ഇത് വർക്കൗട്ട് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് ആദ്യം പറയണം അല്ലേ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് ആദ്യം പറയണം. കാരണം കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കമ്പനിന് ക്യാഷ് ആവശ്യം വരുമ്പോൾ കമ്പനി എന്ത് ചെയ്യും? ഡെപ്റ്റ് എടുക്കും അല്ലേ? ഡെപ്റ്റ് എടുക്കും. ഈ ഡെപ്റ്റിന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണ്ട എമൗണ്ട് കിട്ടും. അതിന് പകരമായിട്ട് നമുക്ക് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും? ഒരു ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും. എത്ര ശതമാനവും ആവാം. അപ്പോൾ നമുക്ക് 1 ലക്ഷം രൂപ ഇപ്പോൾ എടുത്തെന്ന് കരുതുക. ഇത് 10% ആണ് ഇൻട്രസ്റ്റ്. അപ്പോൾ 1 ലക്ഷത്തിൻ്റെ 10% എത്ര? 10,000. അപ്പോൾ നമ്മൾ ടോട്ടലായിട്ട് തിരിച്ചു കൊടുക്കേണ്ട എത്ര? 1,10,000. 1 ലക്ഷം എടുത്തതിന് പകരം നമ്മൾ 1,10,000 കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 10,000 രൂപ അവിടെ എക്സ്ട്രാ ആണ്. ഇതെന്താ? ഡെപ്റ്റിൻ്റെ കോസ്റ്റ് ആണെന്ന് മനസ്സിലായില്ലേ? അപ്പോൾ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ഡെപ്റ്റിനെ ആയ കോസ്റ്റ് എത്രയാണ്. ഓക്കെ, സിമ്പിളായിട്ട് മനസ്സിലായിട്ടുണ്ടാവും. ഇത് റേസ് ചെയ്യാം, ആവശ്യമില്ലാത്ത എടുത്ത് കളയാം. ഇനി KD കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് നോക്കേണ്ടത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ 2 രീതിയിലാണുള്ളത്. ഒന്ന് റെഡീമബിൾ ഡെപ്റ്റും 2 ഇറഡീമബിൾ ഡെപ്റ്റും. ഓക്കെ, റെഡീമബിൾ ഡെപ്റ്റ് ഉണ്ട്, ഇറഡീമബിൾ ഡെപ്റ്റ് ഉണ്ട്. അപ്പോൾ റെഡീമബിൾ ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ അത് ഫിക്സഡ് പീരീഡ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? ആ ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ കമ്പനി തിരിച്ച് റിഡീം ചെയ്യും, അതായത് റീപർച്ചേസ് ചെയ്യും. എന്നാൽ ഇറഡീമബിൾ ആണെങ്കിൽ കമ്പനി ഇഷ്യൂ ചെയ്ത ഡിബഞ്ചർ എന്ത് ചെയ്യില്ല? ലൈഫ് ലോങ്ങിൽ അതെന്താ തിരിച്ച് മേടിക്കില്ല. അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമുക്ക് റിലേറ്റ് ചെയ്തിരിക്കുന്നത് ഏതിലാണ്? ഇറഡീമബിൾ ആയിട്ടാണ്. കാരണം ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? റെഡീമബിൾ ആഫ്റ്റർ 10 years 5 years എന്ന് പറഞ്ഞൊന്നും പറയുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ഇറഡീമബിൾ ആണ്, ഇത് തിരിച്ച് റെഡീം ചെയ്യാത്തതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. സോ നമുക്ക് ഇക്വേഷൻ, ഇറഡീമബിൾ ഡെപ്റ്റിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു KD എന്ന് പറഞ്ഞാൽ എന്താ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആണ് KD എന്ന് പറയുന്നത്. കോസ്റ്റ് ഓഫ് ഡെപ്റ്റിൻ്റെ ഒരു ഇതിലിട്ട്. ഓക്കെ, KD നമുക്ക് എക്സാമിന് എഴുതാം. അപ്പോൾ ഇൻട്രസ്റ്റ്, ഇത് സിമ്പിളായിട്ട് പഠിച്ച് ഓർത്തിരിക്കാൻ എന്ത് ചെയ്യണമെന്നറിയോ? നമുക്ക് വരുന്ന നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നത്, അതായത് നമുക്ക് എക്സ്പെൻസ് ആയിട്ടുള്ളത് നമ്മൾ എന്ത് ചെയ്യുക? മേളിൽ എഴുതാം.
ഇനി നമ്മുടെ ഇതിലോട്ട് വരണത് എന്ത് ചെയ്യുക, അടിയിൽ ചെയ്താൽ ഇങ്ങനെ നിങ്ങൾക്ക് ഓർത്ത് വേണ്ടി വെക്കാം. അതായത് എന്താ നമ്മുടെ കയ്യിൽ ഇൻട്രസ്റ്റ് എന്താ നമ്മുടെ കയ്യിൽ പോകണതാണ്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യണം, ന്യൂമിനേറ്ററായിട്ട് ഇടാം. ഇനി അടിയിൽ എന്താ, ഡിനോമിനേറ്ററായിട്ട് നമ്മുടെ കയ്യിൽ പോണത് ഇടാം. എന്നിട്ട് ഇൻറ്റു 100 എന്നാലേ പെർസെൻറ്റേജിലോട്ട് കൺവേർട്ട് ആവുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഇവിടെ ഞാനൊരു കാര്യം കൂടിയുണ്ട്, ഓർ മാർക്കറ്റ് പ്രൈസ് എന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കേണ്ട കാര്യം, ക്വസ്റ്റ്യനിൽ നെറ്റ് പ്രൊസീഡ്സും അതുപോലെ തന്നെ മാർക്കറ്റ് പ്രൈസും ഡിബഞ്ചറിൻ്റെ നെറ്റ് പ്രൊസീഡ്സും മാർക്കറ്റ് പ്രൈസും തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എടുക്കേണ്ടത് എന്ന് പറയുന്നത് മാർക്കറ്റ് പ്രൈസാണ്. ഈ ഇക്വേഷനിലെ നെറ്റ് പ്രൊസീഡ്സിന് വരെ നമ്മൾ എന്തെടുക്കണം, മാർക്കറ്റ് പ്രൈസ് എടുക്കണം. പക്ഷെ ഒന്നും തന്നിട്ടില്ലെങ്കിൽ എന്തെടുക്കുക, നെറ്റ് പ്രൊസീഡ്സ് എടുക്കുക ഡിബഞ്ചറിൻ്റെ കേസിൽ. അതാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അതുപോലെ നോർമലി ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആയിരിക്കും. ക്വസ്റ്റ്യൻ്റെ ഒന്നും പറയണില്ല, ഒരു ഷെയറിൻ്റെ വാല്യൂ എത്രയെന്നൊന്നും പറയണില്ല. അപ്പോൾ അത് എന്തായിട്ട് എടുക്കുക, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ 100 ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തിട്ട് ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ, നമ്മൾ പറഞ്ഞു. ഇനി കേടി മായ്ക്കാം. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. മാർക്കറ്റ് പ്രൈസ് ഉണ്ടെങ്കിൽ എന്തായിരിക്കും, ഈ എൻ പിന് പകരം നമ്മൾ എടുക്കേണ്ടത് എന്താ, മാർക്കറ്റ് പ്രൈസാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യനിൽ എന്താ, മാർക്കറ്റ് പ്രൈസ് ഒന്നും പറയണില്ല. മാർക്കറ്റ് പ്രൈസ് എന്നൊന്നും മെൻഷൻ ചെയ്യാനുള്ള അതിൻ്റെ അർത്ഥം എന്താ, അവിടെ നെറ്റ് പ്രൊസീഡ്സ് ആണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ എന്താണ് നെറ്റ് പ്രൊസീഡ്സ് എന്ന് മനസ്സിലാക്കണ്ടേ, ഇവിടെ എഴുതിയിട്ടുണ്ട്, നോക്കാം. എമൗണ്ട് ഓഫ് മണി കമ്പനി റിസീവ്ഡ് ഫ്രം ഇഷ്യൂയിങ് സെക്യൂരിറ്റീസ് ലൈക്ക് സ്റ്റോക്ക്. എടാ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുണ്ടല്ലോ, കമ്പനി ഓരോ ഷെയറുകൾ കാര്യങ്ങളൊക്കെ ഇഷ്യൂ ചെയ്യില്ലേ, ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടും, കമ്പനിക്ക് പൈസ കിട്ടും. അങ്ങനെ കിട്ടുന്ന പൈസേനെ നമുക്ക് നെറ്റ് പ്രൊസീഡ്സ് എന്ന് പറയാം. അപ്പോൾ നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് 3 രീതിയിൽ കണ്ടുപിടിക്കാനുണ്ട്. ഒന്ന് പാർ വാല്യൂവിൽ, 2 പ്രീമിയത്തിൽ, മറ്റേതെന്താ ഡിസ്കൗണ്ടിൽ. പാർ വാല്യൂ എന്ന് പറയുന്നത് എന്താ, നമുക്ക് ഓൾറെഡി അതൊക്കെ അറിയാമായിരിക്കും, ജസ്റ്റ് പറയാം. അതായത് പാർ വാല്യൂ എന്ന് പറഞ്ഞാൽ മുഖവില എന്നാണ് അതിൻ്റെ മലയാള അർത്ഥം വരുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഷെയർ നമ്മൾ ആദ്യമൊക്കെ വാങ്ങുന്ന ടൈമിൽ അതിന് 10 രൂപയ്ക്കും വരുന്നത്. ഇത് നമ്മൾ എന്താ വാങ്ങുന്ന ടൈമിലുള്ള ആ റേറ്റാണ്. പിന്നീട് അതെന്താ ചിലപ്പോൾ ഇൻക്രീസ് ആവും. 10 രൂപ ഉള്ള സാധനം 15 രൂപ ആവും. അത് കാരണം എന്താ, അത് മാർക്കറ്റ് പ്രൈസാണ്, ഇപ്പോഴത്തെ കറൻറ്റ് വിലയാണ്. പക്ഷേ ഇത് ശരിക്കും നമ്മുടെ വില എത്ര ആണെന്ന് 10 ആണ്. ആ ഫേസ് വാല്യൂ നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കേസ് ഉണ്ട്. ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ ഒരു നോമിനൽ ഫേസ് വാല്യൂവിനെ തന്നെ നമുക്ക് ഫേസ് വാല്യൂ, പാർ വാല്യൂ, നോമിനൽ വാല്യൂ ഇതൊക്കെ എന്താ സെയിം ആണ്. ഇത് 3 സെയിം അർത്ഥമാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യനിൽ ഡൗട്ട് അടിച്ച് നിൽക്കരുത്. അപ്പോൾ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഫേസ് വാല്യൂ എന്ന് പറഞ്ഞാൽ അതിനൊരു ഫിക്സഡ് ആയിട്ട്, ഇപ്പോൾ ഒരു 10 രൂപ ഫിക്സഡ് ആയിട്ട് സ്റ്റാർട്ടിങ്ങിൽ തന്നെയുള്ള ഒരു എമൗണ്ടിനെയാണ് ഫേസ് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞപ്പോൾ ചെറുതായിട്ടൊന്ന് ഡൗട്ടായി എന്ന് തോന്നുന്നു. അപ്പോൾ ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഫേസ് വാല്യൂ, നോമിനൽ വാല്യൂ, പാർ വാല്യൂ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സെയിം ആണ്. ഓക്കെ, സെയിം പേര് തന്നെ, വേറെ വേറെ പേരാണെന്നുള്ളൂ. അതുപോലെ പിന്നുള്ളത് എന്താ, മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ഓക്കെ, ഫേസ് വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ ആണ് ഫേസ് വാല്യൂ. അതായത് ഒരു എന്താണ്, ഈ സെക്യൂരിറ്റീസിൻ്റെ നമ്മുടെ ഷെയർ, ഡിബഞ്ചർ ഇതുപോലെയൊക്കെ ഒരു സർട്ടിഫിക്കറ്റ് പോലത്തെ സംഭവം ഉണ്ടാകും. അതിലിങ്ങനെ പറയും ഫേസ് വാല്യൂ 10 ആണ്, അതായിരിക്കും അതിൻ്റെ ഒറിജിനൽ വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ മാർക്കറ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താ, അത് കറൻറ്റ് പ്രൈസാണ്. ഓക്കെ, കറൻറ്റ് പ്രൈസിനെയാണ് മാർക്കറ്റ് വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ സാധിക്കുന്നത്. അതായത് എന്താ മാർക്കറ്റ് വാല്യൂ, അതായത് ഇപ്പോൾ ഫേസ് വാല്യൂ നിങ്ങൾ 2020 10 രൂപക്കാണ് ഇത് ഫേസ് വാല്യൂ ഉള്ള സാധനം മേടിച്ചത്. പക്ഷേ 2024 ആയപ്പോൾ ഇത് നിങ്ങൾ വിൽക്കാൻ പോകുന്നത് 30 രൂപക്കാണ്. അങ്ങനെയെങ്കിൽ ഇതിനെ നിങ്ങൾക്ക് എന്ത് പറയാം, മാർക്കറ്റ് പ്രൈസ് എന്ന് പറയാം. ഇത് കറൻറ്റ് പ്രൈസാണ്. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവും. ഇനി കൂടുതൽ എക്സ്പ്ലനേഷൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഓക്കെ, ഇതാണ് പ്രീമിയം എന്ന് പറയുന്നത്. ഓക്കെ, പ്രീമിയത്തിലോട്ടാണല്ലേ നമ്മൾ വന്നത്. ഓക്കെ, പ്രീമിയത്തിലോട്ടാണ് വന്നത്, നമ്മൾ പറഞ്ഞില്ല, അത് വിട്ടുപോയി, പറയാൻ വന്ന കാര്യം മാറി. അപ്പോൾ ഇത് ഞാൻ ഒന്ന് റേസ് ചെയ്യാണ്, ഇല്ല കണ്ടവിടെ കിടന്നോട്ടെ. അപ്പോൾ പ്രീമിയം എന്താണ്, പാർ വാല്യൂ എന്താണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പാർ വാല്യൂ നിങ്ങൾക്ക് മനസ്സിലായത് അതിൻ്റെ ഒറിജിനൽ വാല്യൂ. ഓക്കെ, ഇനി പ്രീമിയം എന്ന് പറയുന്നത് നമ്മൾ ചിലപ്പോൾ എന്താ ഇഷ്യൂ ചെയ്യുമ്പോൾ ഒരു എക്സ്ട്രാ എമൗണ്ട് മേടിച്ചിട്ടായിരിക്കും
അതായത് എന്താ ചിലപ്പോൾ ഭയങ്കര ഡിമാൻഡുള്ള സാധനമായിരിക്കും, നമ്മൾ അപ്പോൾ എക്സ്ട്രാ പ്രീമിയം വാങ്ങും, ഒരു 2 രൂപ വേണ്ടി ഞങ്ങൾക്ക് പ്രീമിയം വേണം എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് എന്താ 12 അത് വാങ്ങാൻ എന്താ പബ്ലിക് ഉണ്ടെങ്കിൽ പിന്നെന്താ നമുക്ക് ഇഷ്ടമുള്ള വില പറയാമല്ലോ. അപ്പോൾ അങ്ങനെ 2 രൂപ എക്സ്ട്രാ പറയുന്നു, 12 ആവുന്നു. ഇനി ഡിസ്കൗണ്ട് ആണെങ്കിൽ എങ്ങനെ 10 രൂപ വരുന്ന സാധനം നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് വലിയ ഇതൊന്നുമില്ല, അതുകൊണ്ട് നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുകയാണ്, ഒരു 2 രൂപ കുറച്ച് കൊടുക്കുന്നു, അതായത് 8 രൂപ. ഇങ്ങനെ കുറച്ച് കൊടുക്കാനാണ് ഡിസ്കൗണ്ട് എന്ന് പറയും. കുറച്ച് എമൗണ്ട് വാങ്ങുന്നതിന്, എക്സ്ട്രാ എമൗണ്ട് വാങ്ങുന്നതിന് പ്രീമിയം എന്ന് പറയും. നോർമൽ വില കൊടുക്കുന്നതിന് പാർ വാല്യൂ എന്ന് പറയും. ഓക്കെ, ഇത് മനസ്സിലായിട്ടുണ്ടാവും. മനസ്സിലായെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്യാം. ഓക്കെ, റിവൈൻഡ് ചെയ്ത് കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ പാർ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, അത് ക്വസ്റ്റ്യനിൽ പാർ വാല്യൂവിലാണ് കണ്ടുപിടിക്കാൻ പറയുന്നതെങ്കിൽ എന്ത് ചെയ്യണം? പാർ വാല്യൂവിലെ, അതായത് ഈ കേസിൽ എത്രയായിരുന്നു അത് ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറയാമല്ലേ. ഓക്കെ, അപ്പോൾ പാർ വാല്യൂവിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കുറക്കണം. അപ്പോൾ എന്താണ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്? ഇവിടെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, പരസ്യം കൊടുക്കേണ്ടി വരും, എന്നാലേ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുകയുള്ളൂ. അപ്പോൾ പരസ്യം കൊടുക്കണമെങ്കിൽ ഈ അഡ്വർടൈസ്മെൻറ്റ് നമുക്ക് എന്ത് പറയാം, ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്ന് പറയാം. അതുപോലെ പോസ്റ്റേജ്, ഇങ്ങനെ പോസ്റ്റ് കാര്യങ്ങൾ, അതൊന്നും ഇപ്പോൾ ആവശ്യമില്ല, ഇതൊക്കെ പണ്ടത്തെ കാര്യങ്ങളാണ് പോസ്റ്റേജ്. ഇനി സ്റ്റേഷനറി, പേപ്പർ ചിലവുകൾ, അങ്ങനെയുള്ള പ്രിൻറ്റിങ് കാര്യങ്ങൾ വേണ്ടേ. ബ്രോക്കേഴ്സ് ഉണ്ടാവും, അതായത് ഈ ആപ്പുകളുണ്ടല്ലോ, ഏഞ്ചൽ വൺ, ഗ്രോ ആപ്പ്, അതുപോലത്തെ ബ്രോക്കേഴ്സിൽ അവർക്കൊക്കെ എന്ത് കൊടുക്കണം. പിന്നെ അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ ഉണ്ട്, പഠിച്ചിട്ടുണ്ടാവും. കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിലുള്ള ഐറ്റമാണ് അണ്ടർ റൈറ്റിംഗ് കമ്മീഷൻ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്താ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണെന്ന് പറയാം. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിനോട് ബന്ധപ്പെട്ടുള്ള ചിലവുകൾ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ആണ്. അപ്പോൾ ഈ കോസ്റ്റും കൂടി കുറച്ചാലാണ് നമുക്ക് ആക്ച്വലി ഈ ഷെയർ നമ്മൾ ഇഷ്യൂ ചെയ്തപ്പോൾ നമുക്ക് എത്ര രൂപ കിട്ടി എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നെറ്റ് പ്രൊസീഡ്സിലൂടെ. ഓക്കെ, അപ്പോൾ ഇനി പ്രീമിയം ആണെങ്കിൽ ഒന്നുമില്ല, നമുക്ക് കിട്ടണം ആ പാർ വാല്യൂ ഇല്ലേ, അതിൻ്റെ ഒപ്പം എന്താ പ്രീമിയം ആഡ് ചെയ്യാം. നമുക്ക് എക്സ്ട്രാ 10 രൂപയുടെ സാധനം ഇപ്പോൾ 10 രൂപയെന്ന് കരുതാം, നമുക്ക് എക്സ്ട്രാ എന്ത് കിട്ടും, ഒരു പ്രീമിയം ആയിട്ടൊരു എമൗണ്ട് എത്രയിലുണ്ടാവും, 3 കരുതുക, അപ്പോൾ 13 കിട്ടിയില്ലേ. ഇനി എന്തെങ്കിലും ചിലവുണ്ട്, അതും കൂടി കുറച്ചാലല്ലേ നമുക്ക് ആക്ച്വലായിട്ട് എത്ര കിട്ടി. കാരണം ചിലവ് നമുക്ക് കുറക്കണ്ട, എന്നാലേ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, ചിലവ് കുറക്കണം. ഇനി ഡിസ്കൗണ്ടിലാണെങ്കിൽ എന്താ 10 രൂപയുടെ സാധനം ഒരു 2 രൂപ ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 2 രൂപ ഡിസ്കൗണ്ട്. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എത്രയാണ്, ഒരു 1 രൂപ ഉണ്ടെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യണം, 10 2 കുറച്ചാൽ 8 കിട്ടും. 8 1 കുറച്ചാൽ എത്ര കിട്ടും, 7 ആയിരിക്കും നമ്മുടെ ഡിസ്കൗണ്ട് വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇക്വേഷൻ പറഞ്ഞു. ഓക്കെ, കോൺസെപ്റ്റ് അപ്പോൾ സെറ്റാണ്. നെറ്റ് പ്രൊസീഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ ഓൾറെഡി ഉണ്ട്, നോക്കിക്കോ. നമുക്കപ്പോൾ എന്ത് ചെയ്യാം, ഇനി ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് മാറ്റുകയാണ്. ഓക്കെ, നോക്കിയേ, കമ്പനി ഹാഡ് ഇഷ്യൂഡ് 10 ലാഖാണ് ഇഷ്യൂ ചെയ്യുന്നത്. നമുക്ക് പാറ് പ്രീമിയം ഡിസ്കൗണ്ടിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം. അത് പാറിലാണ് നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അത് പാർ കണ്ടുപിടിക്കാൻ പോകുന്നു. നമ്മുടെ ഇക്വേഷൻ എന്താ, KDയുടെ ഇക്വേഷൻ എന്താ, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100. ഇക്വേഷൻ എഴുതി. നമുക്ക് ഇൻട്രസ്റ്റ് എത്രയാണെന്ന് അറിയണം, നെറ്റ് പ്രൊസീഡ്സ് എത്രയെന്ന് അറിയണം. സോ ഞാൻ എന്ത് ചെയ്യുന്നു, നെറ്റ് പ്രൊസീഡ്സ് ആദ്യം കണ്ടുപിടിക്കുന്നു. എന്താ നെറ്റ് പ്രൊസീഡ്സ്, NP കണ്ടുപിടിക്കുന്നു. ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താ, പാർ വാല്യൂയുടെ ഇക്വേഷൻ. ആയിട്ട് പാറിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. ഇത് പാർ പ്രീമിയം എന്നൊക്കെ പറഞ്ഞ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായ, അതായത് പാർ വാല്യൂവിലാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, പ്രീമിയം എമൗണ്ടിലാണോ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഡിസ്കൗണ്ടിലാണോ, അതായത് 10 രൂപക്കാണോ ഇഷ്യൂ ചെയ്യുന്നത്, അല്ലെങ്കിൽ 10 + 2 രൂപ കൂട്ടിയാണോ വാങ്ങുന്നത്, അല്ലെങ്കിൽ 10 നിന്ന് 2 കുറച്ച് 8 രൂപക്കാണോ വാങ്ങുന്നത്. ഇതൊരു എക്സാമ്പിളാണ്, ഇതും പഠിച്ചൊന്നും കൊടുക്കേണ്ട എക്സാമ്പിളാണ്. അപ്പോൾ ഇങ്ങനെ ഏത് രീതിയിലാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ഈ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഈ 3 രീതിയിൽ ഇഷ്യൂ ചെയ്താലും എത്ര രൂപയായിരിക്കും നമ്മുടെ കോസ്റ്റ് എന്നാണ് ചെക്ക് ചെയ്യേണ്ടത്. സോ നമ്മുടെ ഇക്വേഷൻ പാർ വാല്യൂവിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ പാർ വാല്യൂവിൽ നിന്ന് ഫ്ലോട്ടേഷൻ കോസ്റ്റ് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ എത്രയാണ് പാർ വാല്യൂ ക്വസ്റ്റ്യനിൽ ഡയറക്റ്റ് ഇഷ്യൂ ചെയ്ത എമൗണ്ട് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ആ എമൗണ്ട് എടുത്ത് അങ്ങോട്ട് ചെയ്താൽ പാർ വാല്യൂ 10 ലക്ഷം, എമൗണ്ട് ഉണ്ടോ 10 ലക്ഷം എന്നെടുത്ത് എഴുതി. ഫ്ലോട്ടേഷൻ കോസ്റ്റ് എന്തെങ്കിലും പറയാനുണ്ടോ, അഡ്വർടൈസ്മെൻറ്റ് കമ്മീഷൻ അങ്ങനെ ഒന്നും തന്നെ പറയാനില്ല, അതുകൊണ്ട് 0 ആണ്. അപ്പോൾ 10 ലക്ഷത്തിൽ നിന്ന് 0 കുറച്ച് എത്ര കിട്ടും, 10 ലക്ഷം എന്ന് കിട്ടും ആൻസർ. ഓക്കെ, അപ്പോൾ എന്താണ് നെറ്റ് പ്രൊസീഡ്സ് നമുക്ക് കിട്ടി. നെറ്റ് പ്രൊസീഡ്സ് കിട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യുക, ഇക്വേഷനിലോട്ട് ഞാൻ ഇവിടെയാണ് ഇടാൻ പോകുന്നത്.
സോ ഇക്വേഷനിൽ എത്ര 10 ലക്ഷം ഞാൻ ഇട്ടു. ഓക്കെ, 10 ലക്ഷം കിട്ടി. ഇനി എനിക്ക് എന്താ ഇക്വേഷനിൽ വേണ്ടത്? ഇൻട്രസ്റ്റ് എത്രയാണെന്ന് വേണം. അപ്പോൾ ക്വസ്റ്റ്യനിലോട്ട് പോകാം. ക്വസ്റ്റ്യനിൽ നോക്കിയേ 10 ലക്ഷമാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 10 ലക്ഷം ഇഷ്യൂ ചെയ്യുന്നത് 8% ഡിബഞ്ചർ എന്താണെന്നൊക്കെ നമുക്ക് അറിയണ കാര്യമാണ്. അപ്പോൾ ഡിബഞ്ചറിൽ നമ്മൾ എന്ത് കൊടുക്കണം? ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കമ്പനി എന്ത് ചെയ്യേണ്ടി വരും? ഇൻട്രസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഈ 10 ലക്ഷത്തിൻ്റെ 8% എത്രയാ? 80,000 അല്ലേ? 10 ലക്ഷം ഇൻറ്റു 8%. ഇൻട്രസ്റ്റ് അപ്പോൾ കണ്ടുപിടിക്കണം. 10 ലക്ഷം ഇൻറ്റു 8% എത്രയാണ്? 80,000 ആണ്. സോ 80,000 നമ്മൾ എന്ത് ചെയ്യുന്നു? ഇവിടെ കൊണ്ടുവന്ന് 80,000 എഴുതി. അപ്പോൾ നമുക്ക് കിട്ടും 80,000 ഡിവൈഡഡ് ബൈ 10 ലക്ഷം ചെയ്താൽ എത്ര കിട്ടും? 8% എന്ന് കിട്ടും. സോ പാർ വാല്യൂവിലെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി പ്രീമിയത്തിലാണെങ്കിൽ നമ്മൾ ഇക്വേഷൻ എന്താ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ നെറ്റ് പ്രൊസീഡ്സ് ഇൻറ്റു 100 എന്നാണ് ഇക്വേഷൻ. സോ ഇൻട്രസ്റ്റ് നമുക്ക് ഓൾറെഡി അറിയാം. 10 ലക്ഷമാണ് ഇഷ്യൂ ചെയ്യുന്നത്, 8% 80,000. ഓക്കെ, അങ്ങനെയെങ്കിൽ നെറ്റ് പ്രൊസീഡ്സ് വേണം. ഇതെന്താ? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഇക്വേഷൻ എന്താ? പാർ വാല്യൂ പ്ലസ് പ്രീമിയം മൈനസ് ഫ്ലോട്ടേഷൻ കോസ്റ്റ്. പാർ വാല്യൂ എത്ര? 10 ലക്ഷമാണ്. പ്രീമിയം എത്രയാണ്? പ്രീമിയം നമ്മൾ എടുക്കേണ്ടത് ഫേസ് വാല്യൂയുടെ മേളിലാണ്, അതായത് പാർ വാല്യൂയുടെ മേളിൽ വേണം എടുക്കാൻ. അപ്പോൾ 10 ലക്ഷമാണ് പാർ വാല്യൂ. ഓക്കെ, 10 ലക്ഷം പാർ വാല്യൂ. പ്രീമിയം എന്ന് പറയുന്നത് 10% അല്ലേ ക്വസ്റ്റ്യനിൽ പറയുന്നത്? പ്രീമിയം ഓഫ് 10% എന്നല്ലേ പറയണത്? സോ 10%, 10 ലക്ഷം ഇൻറ്റു 10% എന്ന് പറയുന്നത് എത്രയാണ്? 1 ലക്ഷമാണ്. അപ്പോൾ 10 ലക്ഷം പ്ലസ് 1 ലക്ഷം 11 ലക്ഷം. ആ ഫ്ലോട്ടേഷൻ കോസ്റ്റ് 0 ആയതുകൊണ്ട് അത് അവോയ്ഡ് ചെയ്യുക. സോ അപ്പോൾ 11 ലക്ഷം എന്ന് കിട്ടും. കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എത്ര? 80,000. നെറ്റ് പ്രൊസീഡ്സ് എത്ര? 11 ലക്ഷം. അപ്പോൾ ആൻസർ ആയിട്ട് 7.27% എന്ന് കിട്ടും. അല്ല, ചിലപ്പോൾ കാൽക്കുലേഷനിൽ എന്തെങ്കിലുമൊക്കെ വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ എന്തെങ്കിലും ഇററൊക്കെ പറ്റിയിട്ടുണ്ടാവും. എന്താ ആൻസറൊന്നും എൻ്റെ ഇല്ല, ഞാൻ ഡയറക്റ്റ് ചെയ്തിടണതാണ്. അപ്പോൾ നിങ്ങൾ എന്താ ഇക്വേഷൻസ് മനസ്സിലാക്കുക, ഇതെന്താ കോൺസെപ്റ്റ് എന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഇനി ഡിസ്കൗണ്ട് വേഗം പറയാം. ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും. ഡിസ്കൗണ്ടിൽ അപ്പോൾ എന്ത് ചെയ്യുക? നെറ്റ് പ്രൊസീഡ്സ് കണ്ടുപിടിക്കണം. പാർ വാല്യൂവിൽ നിന്ന് എന്ത് കുറക്കണം? ഡിസ്കൗണ്ട് കുറക്കുകയാണ് ചെയ്യുന്നത്. കാരണം നമുക്ക് 10 രൂപ ഫേസ് വാല്യൂ ഉള്ള സാധനത്ത് ഒരു 10% ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്? 10ൻ്റെ 10% എത്രയാണ്? ഒന്നല്ലേ? അപ്പോൾ 10ൽ നിന്ന് 1 കുറച്ചാൽ 9 രൂപയാണ് നമുക്ക് കിട്ടുള്ളൂ. 10 രൂപ കിട്ടോ? ഇല്ല, ഡിസ്കൗണ്ട് ഉണ്ട്, 9 രൂപയാണ് കിട്ടുള്ളൂ. അപ്പോൾ കിട്ടുന്ന എമൗണ്ട് ഈ കേസിൽ എത്ര കിട്ടും? 10 ലക്ഷമാണ് നമുക്ക് കിട്ടേണ്ടത് പാർ വാല്യൂ പ്രകാരം. പക്ഷെ നമ്മൾ 7% ഡിസ്കൗണ്ട് കൊടുക്കുന്നു. 10 ലക്ഷത്തിൻ്റെ 7% നമ്മൾ ഡിസ്കൗണ്ട് കൊടുക്കുന്നത് കാരണം നമുക്ക് 70,000 കുറച്ചേ കിട്ടുള്ളൂ. അപ്പോൾ ഈ 10 ലക്ഷത്തിൽ നിന്ന് 70,000 കുറച്ച് ബാക്കിയുള്ള 9,30,30,000 നമുക്ക് കിട്ടുന്നത്. ഓക്കെ, സെറ്റല്ലേ? ഇനി ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? നമുക്ക് ഓൾറെഡി അറിയാം. എങ്ങനെ കിട്ടി? 10 ലക്ഷം, 10 ലക്ഷത്തിൻ്റെ 8% ഇൻട്രസ്റ്റ് 80,000. സോ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഈക്വൽ ടു 80,000 ഡിവൈഡഡ് ബൈ 9,30,30,000 ഇൻറ്റു 100, 8.602%. അപ്പോൾ നമ്മുടെ അടുത്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്തൊക്കെയാണ്? ഡിസ്കൗണ്ട് 7% കണ്ടുപിടിക്കുക, പാറിൽ കണ്ടുപിടിക്കുക, പ്രീമിയം കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഓൾ ഇൻ 3 കേസസ്. നമ്മൾ കണ്ടുപിടിച്ചില്ലേ KD. അപ്പോൾ KD നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് ഇങ്ങനെ എടുത്ത് എഴുതണം. മറ്റു പാറിൽ എത്രയാ? 8%. ബി അറ്റ് പ്രീമിയത്തിൽ എത്രയാ? പ്രീമിയത്തിൽ 7.27%. ഇനി സി ഡിസ്കൗണ്ടിൽ എത്ര? ഡിസ്കൗണ്ടിൽ 8.602%. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി ഏറ്റവും കുറവ് കോസ്റ്റ് എവിടെ വന്നത്? പ്രീമിയത്തിൽ ഇഷ്യൂ ചെയ്യുമ്പോഴാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഓക്കെ, അടുത്തത് വലിയ പ്രശ്നമൊന്നുമില്ലാത്തൊരു ക്വസ്റ്റ്യനാണ്. നമ്മൾ എടുത്തതിനാൽ വലിയ പ്രശ്നമൊന്നുമില്ല, അങ്ങനെ നോക്കിയിട്ടല്ല. പ്രീവിയസ് ഇയറിൽ കഴിഞ്ഞ മൂന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എന്തോ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് തോന്നുന്നത്. നമ്മുടെ ഈ തൊട്ട് മുമ്പത്തെ 2 ക്വസ്റ്റ്യൻ പേപ്പർ 3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻസാണ്. അല്ലാണ്ട് ഏറ്റവും സിമ്പിൾ ക്വസ്റ്റ്യൻ ടെസ്റ്റിൽ നോക്കി എടുത്തേക്കണമെന്നല്ല. നമ്മൾ ആ പ്രീവിയസ് ഇയറിൽ ചോദിച്ചാണ് ക്വസ്റ്റ്യൻ തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തന്നെ വരുന്നതെന്ന് ഉറപ്പില്ല. നമ്മുടെ ടെസ്റ്റിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. സിലബസ് നല്ല വൈഡാണ്. അപ്പോൾ എവിടെ നിന്നുള്ളിൽ ചോദിക്കാം. പക്ഷേ ഒന്നും അറിയാത്തൊരു ജസ്റ്റ് കണ്ടുപോയാൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിവിടെ എന്താണെന്നുണ്ട്? കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എന്താണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്? അങ്ങനെ ഒരു പാഠം തന്നെ പഠിക്കാനുണ്ട്. അതുകൊണ്ട് അത് ഈ ചുരുങ്ങിയ നേരം കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? എന്നാൽ ചെറുതായിട്ടൊന്ന് പറയാം റിവിഷൻ്റെ ഭാഗമായിട്ട്.
ഓക്കെ, കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്താ? അതായത് നമുക്ക് ക്യാപിറ്റൽ ആവശ്യം വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ചിലപ്പോൾ ഡെപ്റ്റ് വഴി നമ്മൾ ഫണ്ട് ഇതാക്കും. അതുപോലെ ഇക്വിറ്റി വഴി നമ്മൾ എന്ത് ചെയ്യും? ഫണ്ട് റൈസ് ചെയ്യും, അല്ലെങ്കിൽ പ്രിഫറൻസ് ഷെയർ റൈസ് ചെയ്യും. ഇങ്ങനെ ഓരോ ഇങ്ങനെ സോഴ്സിൽ നിന്ന് ഇതാകുമ്പോഴേക്കും ഇതിനൊക്കെ എന്താ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, ഡിവിഡൻഡ് കൊടുക്കുക, അങ്ങനെ കോസ്റ്റ് വരും. ഈ ടോട്ടൽ കോസ്റ്റിനെ ആടാ നമ്മളിങ്ങനെ ഫണ്ട് റൈസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ടോട്ടൽ കോസ്റ്റിൽ, അതായത് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടി വരും, ഡിവിഡൻഡ് കൊടുക്കേണ്ടി വരും. ഈ ടോട്ടൽ കോസ്റ്റിനെ നമുക്ക് എന്ത് പറയാം? കോസ്റ്റ് ഓഫ് ക്യാപിറ്റലിന് വേണ്ടി വരുന്ന കോസ്റ്റ് അത് എത്രയാണ്? 10%. ഇത് ഇവിടെ തന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ ക്യാപിറ്റൽ ബഡ്ജറ്റിങ്ങിൽ ഇത് തന്നെ എന്താ വെച്ചാൽ ഇത് ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ്. ഓക്കെ, അത് ഞാൻ പറയാം. ഇവിടെ ക്വസ്റ്റ്യനിൽ 2 മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം 2 പ്രൊജക്റ്റുകൾ ഉണ്ടാവും. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഒരെണ്ണം ചൂസ് ചെയ്യണം. പ്രൊജക്റ്റ് എക്സ് ആൻഡ് വൈ കണ്ടോ, 2 പ്രൊജക്റ്റുകളുണ്ട്, എക്സും വൈയും. ഓക്കെ, പ്രൊജക്റ്റ് എക്സ് ഉണ്ട്, പ്രൊജക്റ്റ് വൈ ഉണ്ട്. ഇയർ തന്നിട്ടുണ്ട്, കോസ്റ്റ് തന്നിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എന്താ തന്നേക്കണം നോക്കാം. 0th ഇയർ തന്നിട്ടുണ്ട്. 0th ഇയർ തരുന്നത് നിങ്ങൾ ചിന്തിക്കണം, ഇത് ക്യാഷ് ഔട്ട്ഫ്ലോ ആയിരിക്കും 0th ഇയറിൽ. അതായത് പ്രൊജക്റ്റ് എക്സിൽ എന്തെങ്കിലും വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറക്കിയ കാശാണ്. അതായത് എന്താ, അത് ഔട്ട്ഫ്ലോ ആണ്. അപ്പം മൈനസ് ഇട്ട് കൊടുക്കണം. നമുക്ക് വന്നതാണ് പ്ലസ്, ഇതെന്താ മൈനസ് ആണ്, ഇതൊക്കെ എന്താ പ്ലസ്, ഇതൊക്കെ നമുക്ക് വന്നത് ഇൻഫ്ലോ ആണ്. ഈ 0th ഇയറിൽ നമ്മുടെ ഔട്ട്ഫ്ലോ ആണ്. ഇനി ഫസ്റ്റ് ഇയറിൽ, സെക്കൻഡ് ഇയറിൽ നമ്മളിപ്പോൾ കറൻ്റ് നിൽക്കുന്നത് 0th ഇയറിലാണ്. ഇതൊക്കെ എന്താ ഫ്യൂച്ചർ വാല്യൂകളാണ് ഇതൊക്കെ തന്നിരിക്കുന്നത്. അതായത് ഫസ്റ്റ് ഇയറിൽ നമുക്ക് 1,10,000 കിട്ടും, 20,000 സെക്കൻഡ് ഇയറിൽ കിട്ടും, തേർഡ് ഇയറിൽ 30,000 കിട്ടും. ഇങ്ങനെ ഓരോ വർഷത്തെയും തന്നേക്കണുണ്ട്. ഇതൊക്കെ എന്താണ്? ഫ്യൂച്ചർ വാല്യൂ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നത് ക്യാപിറ്റൽ ബഡ്ജറ്റിൽ? ഇത് പ്രസൻറ്റ് വാല്യൂ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഫ്യൂച്ചർ വാല്യൂ, ഇത് രണ്ടും കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഇല്ല. പ്രസൻറ്റ് വാല്യൂവും ഫ്യൂച്ചർ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്താൽ ശരിയാവോ? ഇല്ല. നമ്മൾ എന്ത് ചെയ്യണം? രണ്ടിനെയും ഒന്നാക്കണം. ഇത് പ്രസൻറ്റ് വാല്യൂ ആണെങ്കിൽ ഇതിനെയൊക്കെ പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റണം. അതിനെയാണ് നമ്മൾ നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്ന് പറയുന്നത്, പ്രസൻറ്റ് വാല്യൂയിലോട്ട് മാറ്റുന്നതിനെ. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? അത് പ്രോഫിറ്റബിൾ ആണോ അല്ലേ എന്നൊക്കെ കണ്ടുപിടിക്കും. അപ്പോൾ മനസ്സിലായി, 0th ഇയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഔട്ട്ഫ്ലോ ആണ്, ഇതൊക്കെ ഇൻഫ്ലോ ആണ്. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് എന്താ? നെറ്റ് പ്രസൻറ്റ് വാല്യൂ, NPV ആണ് കണ്ടുപിടിക്കേണ്ടത്. 10% തന്നുണ്ട്. ഇതെന്താ? ഡിസ്കൗണ്ട് റേറ്റ് ആണ്. ഇത് എങ്ങനെ കണ്ടുപിടിക്കാം? 10% എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട കാര്യം 1 ഇട്ട് കൊടുക്കുക. എത്ര പറഞ്ഞാലും 1 മേളിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1 കൂടി ഇടാം. എന്നിട്ട് എത്രയാണ് പറഞ്ഞത് അത് ഇവിടെ കാണിക്കുക, 0.10. എന്നിട്ട് കാൽക്കുലേറ്റർ എടുക്കുക. കാൽക്കുലേറ്റർ എടുത്തിട്ട് ആ MRC ഓൺ ആക്കുക. MRC ബട്ടണിൽ 2 വട്ടം ഞെക്കുക, 0 ആക്കുക. എന്നിട്ട് ക്ലിയർ ചെയ്യുക. എന്നിട്ട് 1 അടിക്കുക, ഡിവൈഡഡ് ബൈ 1.10 ഈക്വൽ ടു അടിക്കുക. അപ്പോൾ ഒരു ഈക്വൽ ടു അടിക്കുമ്പോൾ നമുക്ക് 0.909 എന്ന് കിട്ടും. ഒന്നും കൂടി ഈക്വൽ ടു ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ 0.826 കിട്ടും. ഒന്നും കൂടി ഞെക്കിക്കഴിഞ്ഞാൽ 0.751 കിട്ടും. ഒന്നും കൂടി ഞെക്കിയാൽ 0.683 കിട്ടും. അങ്ങനെ ഡയറക്റ്റ്ലി നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നിട്ട് നമുക്കത് കണ്ടുപിടിക്കേണ്ട കാര്യമില്ല. പക്ഷേ തന്നിട്ടില്ലെങ്കിൽ കണ്ടുപിടിക്കാൻ ഇപ്പം മനസ്സിലായില്ലേ പറഞ്ഞ രീതി? എന്ത് ചെയ്യണം? കുറച്ച് എക്സാമ്പിളിലൂടെ നോക്കാം. അപ്പോൾ ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടിങ് ഫാക്ടറിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും തരുന്നത്. അപ്പോൾ 10% ആണെങ്കിൽ 1 ഇടാം. എന്നിട്ട് ഒരു 1 കൂടി കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ 10 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ 10 അങ്ങനെ കൊടുക്കുക. ഒരു പോയിൻ്റ് ഇടാം, 10 കൊടുക്കുക. ഇനി തരുന്നത് 20% ആണെന്ന് കരുതുക. 1 ഇടാം. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും ഒരു 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണത് 20 ആ 20 ഇങ്ങനെ എടുത്ത് ചെയ്ത് ഇത്രേ ഉള്ളൂ. ഈ 30% ആയിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അതൊന്ന് കമൻറ്റ് ഇട്ടേ. 40% ആണെങ്കിൽ ഇങ്ങനെ ആയിരിക്കും. 1 ഇടാം, വീണ്ടും ഒരു 1 ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും ഈ 1 ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? 0.40. ഇനി ഒരെണ്ണം കൂടി, ഇത് ശ്രദ്ധിക്കണം. 10ന് മുമ്പാണെങ്കിൽ ചെറിയ വ്യത്യാസമുണ്ട്. 9 ആണെന്ന് കരുതുക. ഓക്കെ, 9 ആണെങ്കിൽ എന്താ? ഡെസിമലിൽ വ്യത്യാസം വരും. 9 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 1 ഡിവൈഡഡ് ബൈ 1.9 എന്ന് ഇട്ടാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ഇത് 90%-യാണ് ഇങ്ങനെ എഴുതിയ അതിൻ്റെ അർത്ഥം. നമുക്ക് വേണ്ടത് 9%-ആണ്. അപ്പോൾ ചെയ്യേണ്ട കാര്യം 1 ഡിവൈഡഡ് ബൈ 1 തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം? 0.09 എന്ന് എടുക്കണം. അതായത് 10ന് മുമ്പുള്ള ഡെസിമൽസിൽ എന്ത് ചെയ്യുക? 0 ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കിപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, അതായത് ഡെസിമലൊന്നും അറിയില്ല. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയുമോ? നിങ്ങൾ കാൽക്കുലേറ്റർ എടുക്കുക. എന്നിട്ട് ഈ 10ൻ്റെ മുമ്പുള്ളതൊക്കെ എന്ത് ചെയ്യുക? 10ൻ്റെ ആവട്ടെ, ഏതാവട്ടെ, 9 എടുക്കുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 100 ചെയ്യുക. ഓക്കെ,
ഓക്കെ, നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ ഇപ്പോൾ 9 ആണ് തന്നിരിക്കുന്നത് ഡിസ്കൗണ്ട് ഫാക്ടർ. അപ്പോൾ അതിന് എങ്ങനെയാണ് നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടി 9/100 എന്ന് അടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? 0.09 എന്ന് കിട്ടും. ഈ സാധനം നിങ്ങൾ നേരെ എന്ത് ചെയ്യുക, ഈ 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ 0.9 അങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, ഇനി 8 ആണെങ്കിൽ എന്ത് ചെയ്യണം? 8/100 ചെയ്യുക. അപ്പോൾ ഒരു എമൗണ്ട് കിട്ടൂലേ? അപ്പോൾ എന്ത് ചെയ്യുക, ഈ 1 പോയിൻ്റ് കഴിഞ്ഞിട്ട് ഈ കിട്ടിയ എമൗണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് ഇപ്പോൾ അത് ഇനിയിപ്പോൾ എന്താ 90% കരുതുക. അപ്പം എന്ത് ചെയ്യുക, 90/100 ചെയ്യുക. 90/100 ചെയ്യുമ്പോൾ എത്ര കിട്ടി? 0.9 എന്ന് കിട്ടും. 0.9 0.09 എന്ന് പറഞ്ഞാൽ 9ഉം 0.9 എന്ന് പറഞ്ഞാൽ 90യുമാണ്. ഇവിടെ നോക്കുക, 0 ഒന്നും എഴുതണമെന്നില്ല മുമ്പിലുള്ള. ഓക്കെ, എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 1.9 ഇത് 90%-ൻ്റെയാണ്. ഇത് സെയിം ആണ്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇത് ഞാൻ ചെയ്തു, ഈ ട്രിക്ക് വെച്ചിട്ട് ചെയ്തതാണിത്. എടാ, നിങ്ങൾ ഇത്ര കൺഫ്യൂഷൻ ആവേണ്ട കേട്ടോ. ചിലപ്പോൾ കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകും, അറിയണവരാണെങ്കിൽ പഠിച്ചോ. അപ്പോൾ 90%. അപ്പോൾ 90%-ഉം 1.1 കറക്റ്റ് അല്ലേ ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ കാൽക്കുലേറ്റർ ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഇത്തിരി ഇതായി തോന്നുന്നു. ഒന്നുമില്ല, ഇത്ര മനസ്സിലായത്. 10% കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യണം? 1 എഴുതാം, ഡിവൈഡഡ് ബൈ ഒരു 1 വെറുതെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ തന്നേക്കണ പെർസെൻറ്റേജ് ഇല്ലാതെ എടുത്തങ്ങോട്ട് എഴുതാം. 10ന് മുമ്പാണ് ഇത്തിരി ശ്രദ്ധിക്കണം, അത്രയും ഉള്ളൂ. ഓക്കെ, പൊതുവെ ക്വസ്റ്റ്യൻ തരാറുണ്ട്, തന്നില്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണെന്ന് പറഞ്ഞെന്ന് മാത്രം. ഇനി ക്വസ്റ്റ്യനിൽ എന്താ പ്രൊജക്റ്റ് എക്സ്, പ്രൊജക്റ്റ് വൈ. ഞാനിവിടെ പ്രൊജക്റ്റ് എക്സിൻ്റെ മാത്രമേ കണ്ടുപിടിക്കുന്നുള്ളൂ. കാരണം രണ്ട് സെയിം രീതിയാണ്. അപ്പോൾ ഒരെണ്ണം കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം, മറ്റേ കണ്ടുപിടിക്കാം. അപ്പോൾ ക്വസ്റ്റ്യൻ മൊത്തം നമ്മുടെ വായിച്ചു കഴിഞ്ഞ് PV ഫാക്ടർ 1 ആണ്. അതായത് എന്താ 1 എന്ന് പറഞ്ഞ ഉദ്ദേശമൊന്നുമില്ല. ഈ 1 നമ്മളുടെ 0th ഇയറിൽ ആ 1 ഇട്ട് കൊടുക്കണം. അതൊരു ഫാക്ടറാണ്. പ്രസൻറ്റ് വാല്യൂവിലോട്ട് നമ്മൾ മാറ്റുകയാണ്. ഇതൊക്കെ തന്നേക്കണത് എന്താണ്, ഫ്യൂച്ചർ വാല്യൂവിലാണ്. കാരണം നമ്മളിപ്പോൾ തന്നെ അതെന്താ കണ്ടുപിടിച്ച് വെച്ചേക്കാണ്. ഇത്ര വർഷം, ഇത് 5ാമത്തെ വർഷം ഇത്ര രൂപ നമുക്ക് ക്യാഷ് ഫ്ലോ ആയിട്ട് വരും എന്ന് പറയണം. അതിന് നമ്മൾ എന്ത് ചെയ്യും, പ്രസൻറ്റ് വാല്യൂവിലോട്ട് ആക്കി മാറ്റും. എന്നിട്ട് ഈ പ്രസൻറ്റ് വാല്യൂവിനെ നമ്മൾ എന്ത് ചെയ്യും, ഇപ്പോൾ കിട്ടി. ഇതൊക്കെ എന്താ ഓക്കെ ചെയ്യണതിൻ്റെ ഇടയിൽ പറയാം. അപ്പോൾ നമ്മുടെ ഫോർമാറ്റ് എന്ന് പറയുന്നത് ആദ്യം എന്ത് ചെയ്യണം, ഇയർ എടുത്ത് ചെയ്താൽ പ്രൊജക്റ്റ് എക്സ് എന്ന് ഹെഡിങ് കൊടുക്കാം. എന്നിട്ട് ഇയർ ചെയ്താൽ ക്യാഷ് ഫ്ലോ എന്ന് കൊടുക്കുക. ഡിസ്കൗണ്ടഡ് ഫാക്ടർ അറ്റ് 10% അല്ലേ ക്വസ്റ്റ്യനിൽ, അത് കൊടുക്കുക. ഇത് DCF, അതായത് ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോ, DCF ആണിത്. ഓക്കെ, DCF 0th ഇയറാണ് ഫസ്റ്റ് ഞാൻ കൊടുത്തേക്കണത്. ക്വസ്റ്റ്യനിൽ 0th ഇയർ തന്നിട്ടുണ്ട്. അത് -1 തന്നിട്ടില്ല. പക്ഷേ 0th ഇയറാണ് ഈ മനസ്സിലാക്കേണ്ടത്. എന്താ, അത് ഔട്ട്ഫ്ലോ ആയിരിക്കും. നമ്മൾ ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് 70,000. അതെന്താ ഫസ്റ്റത്തെ 1 എന്നാണ് നമുക്ക് അതിന് കൊടുക്കേണ്ടത്. അതെന്താ ഡിസ്കൗണ്ടിങ് ഫാക്ടറാണ്. അപ്പോൾ എന്ത് ചെയ്യണം, 1 എന്ന് കൊടുക്കുക. അപ്പോൾ 1/1.10 0.909 എന്നായിരിക്കും അടുത്തത് കിട്ടാൻ പോകുന്നത്. അതാണ് ഫസ്റ്റ് ഇയറിൽ. അപ്പോൾ 70,000 × 1 എത്രയാ, 70,000 -70,000 ആണ് കിട്ടുന്നത്. കാരണം -70,000 ഇതൊന്നാണ്. ഓക്കെ, അത് കിട്ടി, 70,000 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ഇയറിൽ 10,000 × 0.909 990 എന്ന് കിട്ടും. 9,90 എന്ന് കിട്ടും. 20,000 × 0.826 16,520 എന്ന് കിട്ടും. 30,000 × 0.751 എത്രയാണ്, 22,530. 45,000 × 0.683 30,735. 60,000 × 0.621 37,260 എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് ഇതെന്താ ഔട്ട്ഫ്ലോ ആണെന്ന് അറിയാം. ഫസ്റ്റ് ഇയറിൽ നമ്മുടെ ഇന്ന് പോണതാണ്. ഫസ്റ്റ് ഇയറിലല്ല, നമ്മൾ ബിസിനസ് തുടങ്ങുന്ന ടൈമിൽ. ഓക്കെ, ഇനി ബാക്കിയുള്ള എത്രയും എന്താ ഇൻഫ്ലോസ് ആണ് നമുക്ക് വരുന്നതാണ്. ഇവിടെ നമുക്ക് തന്നിരുന്നത് എന്തായിരുന്നു, ഫ്യൂച്ചറിൽ നമുക്ക് കിട്ടുമെന്നുള്ള രീതിയിലാണ്. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ള 70,000 എന്ന് പറഞ്ഞാൽ എന്താ, അത് കറൻറ്റ് വാല്യൂ ആണ്. നമുക്കറിയാം എന്ത് ഇൻഫ്ലേഷൻ സംഭവിക്കും വാല്യൂവിൽ. അപ്പോൾ ഇങ്ങനെ കമ്പയർ ചെയ്യണത് പോസിബിൾ അല്ല. കമ്പയർ ചെയ്യാൻ പറ്റുന്നത് ഫ്യൂച്ചർ വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം, പ്രസൻറ്റ് വാല്യൂവും തമ്മിൽ കമ്പയർ ചെയ്യാം.
പക്ഷേ ഫ്യൂച്ചർ വാല്യൂവും പ്രസൻറ്റ് വാല്യൂവും കമ്പയർ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ അങ്ങനെ ശരിയാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഈ ഫ്യൂച്ചർ വാല്യൂവിനെ പ്രസൻറ്റ് വാല്യൂവിലോട്ട് മാറ്റി. സോ ഈ ഡിസ്കൗണ്ടഡ് ക്യാഷ് ഫ്ലോയിലുള്ള എമൗണ്ട് എല്ലാം എന്താണ്, പ്രസൻറ്റ് വാല്യൂ ആണ്. ഇനി നെറ്റ് പ്രസൻറ്റ് വാല്യൂയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് പ്രസൻറ്റ് വാല്യൂ ഓഫ് CI എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചത് ക്യാഷ് ഇൻഫ്ലോ. ഇങ്ങനെ എഴുതരുത്, ക്യാഷ് ഇൻഫ്ലോ എന്ന് വേണം എഴുതാൻ. പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയിൽ നിന്ന് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ കുറയ്ക്കും. ഇപ്പോൾ പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ, ബിസിനസ്സിലോട്ട് വന്ന ഇൻഫ്ലോ എത്രയാണ്, പ്രസൻറ്റ് വാല്യൂ ആണ് വേണ്ടത്. അത് നമ്മൾ കണ്ടുപിടിച്ചു. ഇത്രയും നമുക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോൾ 1,16,135 എന്ന് കിട്ടും. 1,16,135 എത്രയാണ് പ്രസൻറ്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ? നമ്മുടെ ഇത് പോയ പ്രസൻറ്റ് വാല്യൂ എത്ര, 70,000 അല്ലേ? 70,000 ആണ്. ഇത് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 46,135 ആണ്. NPVയിലെ കുറച്ച് കണ്ടീഷൻ എന്ന് പറയുന്നത് നെറ്റ് പ്രസൻറ്റ് വാല്യൂയുടെ എമൗണ്ട് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണെങ്കിൽ നമ്മൾ ആ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യണം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രൊജക്റ്റ് അക്സെപ്റ്റ് ചെയ്യാം. പക്ഷേ ഈ പ്രൊജക്റ്റ് ചിലപ്പോൾ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ, അതായത് നിങ്ങളിത് മൈനസ് ചെയ്തപ്പോൾ ഈ ഇക്വേഷൻ സെയിം രീതിയിൽ ചെയ്യണം. കാരണം മൈനസും പോസിറ്റീവും വെച്ചിട്ടാണ് ഡിസിഷൻ എടുക്കുന്നത്. നിങ്ങൾ ഈ ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് ഇൻഫ്ലോ ചെയ്ത് എന്താവും, ഇത് നെഗറ്റീവ് ആവും. നിങ്ങളുടെ ഉത്തരം തെറ്റാണ്. ഇൻഫ്ലോയിൽ നിന്ന് വേണം ഔട്ട്ഫ്ലോ കുറക്കാൻ. സോ ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഇതെന്ത് ചെയ്യണമായിരുന്നു, റിജക്റ്റ് ചെയ്യണം. ഇനി ഈ എമൗണ്ട് എന്ന് പറയുന്നത് 0 ആണ് നിങ്ങൾക്ക് കിട്ടിയെന്ന് കരുതുക. അപ്പോൾ എന്ത് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാം, റിജക്റ്റ് ചെയ്യാം, ബേസ്ഡ് ഓൺ എക്കണോമിക് കണ്ടീഷൻ. ഓക്കെ, അത് മനസ്സിലാക്കാം. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, പ്രൊജക്റ്റ് X ഞാൻ കണ്ടുപിടിച്ചു, പ്രൊജക്റ്റ് Y ഇതേ സെയിം രീതിയിൽ ചെയ്യണം. പ്രൊജക്റ്റ് Y ചെയ്തിട്ട് ഏതിനാണോ കൂടുതൽ നെറ്റ് പ്രസൻറ്റ് വാല്യൂ ഉള്ളത് അത് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാൻ. കാരണം കൂടുതൽ നിങ്ങൾക്ക് നെറ്റ് പ്രസൻറ്റ് വാല്യൂ എന്താ, നമുക്ക് വരുന്ന എമൗണ്ട്, നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണ്. ഓക്കെ, അത് കൂടുതലുള്ളതാണ് എന്ത്, കമ്പനിക്ക് പ്രോഫിറ്റബിൾ. സോ നിങ്ങൾ ഇനി അടുത്ത പ്രൊജക്റ്റ് കണ്ടുപിടിക്കുക 50,000 കിട്ടുകയാണെങ്കിൽ അത് എന്ത് ചെയ്യണം, അത് വേണം ചൂസ് ചെയ്യാൻ. ഓക്കെ, ഇതിലൊരെണ്ണം നിങ്ങൾ എന്ത് ചെയ്യണം, ചൂസ് ചെയ്യണം ഇതിലെ പ്രൊജക്റ്റുകളിൽ. അപ്പോൾ പ്രൊജക്റ്റ് ഏത് ചൂസ് ചെയ്യണമെന്ന് NPVൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, മറ്റേതും കൂടി സെയിം രീതിയിൽ ചെയ്യുക. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് ഇന്നത്തെ സെക്ഷനിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അത് ലിവറേജുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, ലിവറേജ് കാര്യങ്ങൾ ഇപ്പോൾ ഡിസ്കസും ചെയ്യുന്നില്ല. കാരണം എന്താ, ഇത് ഒരു ജസ്റ്റ് ക്വസ്റ്റ്യൻ വർക്കൗട്ടാണ്. ഇതൊക്കെ റെഗുലർ ക്ലാസ്സിലാണ് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട കാര്യങ്ങളാണ്, റെഗുലർ ക്ലാസ്. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ക്ലാസ്സുകൾ സെയിൽ ചെയ്യുന്നുണ്ട്. റെക്കോർഡ് ക്ലാസ്സുകളാണ്. നമ്മുടെ ക്ലാസ്സുകൾ ലൈവ് അല്ല, റെക്കോർഡായിട്ടാണ് ക്ലാസ്സുകൾ കൊടുക്കുന്നത്. റെക്കോർഡഡ് ക്ലാസ്. ഓക്കെ, ഇതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 ഇയർ വാലിഡിറ്റിയാണ്. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് വീഡിയോസ് കാണാം. ഓക്കെ, പിന്നെ മാക്സിമം സിലബസ്, ഇമ്പോർട്ടൻറ്റ് സിലബസ് കാര്യങ്ങൾ കവർ ചെയ്ത് പോകുന്നുണ്ട്. ടെസ്റ്റ് പ്രോബ്ലം വർക്കൗട്ട്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഏതൊക്കെ സബ്ജക്റ്റുകളാണുള്ളത്? ഒന്നാമത്തത് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത് ഈ എക്സാമിനായിട്ട് MCO07 FM. MCOMൽ FM മാത്രമാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി BCOMലോട്ട് വരുന്ന കേസിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ഇയറിൽ BCOC 131, സെക്കൻഡ് ഇയറിൽ BCOC 137, തേർഡ് ഇയറിലെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സബ്ജക്റ്റ് കോഡ് BCOE 142 ആണെന്നൊന്നും കറക്റ്റായിട്ട് ഓർമ്മയില്ല. ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. ഈ 3 സബ്ജക്റ്റുകളാണ് നമ്മൾ കറൻ്റ്ലി പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലോ ടെലിഗ്രാം ഗ്രൂപ്പിലോ ജോയിൻ ചെയ്യാം. ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിരിക്കും നല്ലത്. ടെലിഗ്രാം ഗ്രൂപ്പ് എവിടെയുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കിലുണ്ടാകും. അതിൽ നോക്കാം, അതിൽ ജോയിൻ ചെയ്യാം. എന്നിട്ട് അഡ്മിനായിട്ടുള്ള എനിക്ക് മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, എന്താ നമ്മുടെ ചാനൽ സെയിം നെയിം സെർച്ച് ചെയ്യുക, അതിൽ മെസ്സേജ് ചെയ്യാം. അല്ലെങ്കിൽ വാട്സാപ്പിൽ എന്ത് ചെയ്യാം, മെസ്സേജ് ചെയ്യാം. വാട്സാപ്പ് നമ്പർ ഇവിടെ കൊടുക്കാം, 15 43 67 77 36 15 43 67. ഓക്കെ,
അപ്പോൾ നമുക്ക് വീണ്ടും ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ലിവറേജ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഒ പി ലിവറേജ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ്, ഫിനാൻഷ്യൽ ലിവറേജ്, കമ്പൈനർ ലിവറേജ്. ഈ 3 ലിവറേജുകളുടെയും ഇക്വേഷൻ പഠിച്ചാലാണ് നമുക്ക് മിക്ക ക്വസ്റ്റ്യൻസും ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതിനു മുമ്പ് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അറിയായിരിക്കും, അറിയാത്തവരുണ്ടാവില്ല. എന്നാലും നമുക്ക് ഒന്ന് നോക്കാം. ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എഫ് എമ്മിൽ അറിയാത്തവരുണ്ടാവില്ല, ബി കോമിൽ പഠിച്ചിട്ടുണ്ടാവും. എന്നാലും ഒന്നുകൂടി പറയുകയാണ്. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EBIT കിട്ടും. ഇനി EBITയിലുള്ള ഫസ്റ്റ് I എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. അതിലുള്ള ഇൻട്രസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. അതായത് ഏണിംഗ് ബിഫോർ ടാക്സ്. ഇൻട്രസ്റ്റ് കുറച്ചിട്ട് അതിന് ടാക്സ് കുറച്ചിട്ടില്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇനി B ആയിട്ടുള്ള എന്താ? T ആണ്. അപ്പോൾ ടാക്സ് കുറക്കണം. ടാക്സ് കുറച്ച് എന്ത് കിട്ടും? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. തൽക്കാലം ഇത്ര മതി നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. അതുകൊണ്ട് ബാക്കി പറയുന്നില്ല. അപ്പോൾ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഈ ഫോർമാറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇക്വേഷനിലോട്ട് റിലേറ്റഡ് ആണ് ഇത്. ഓക്കെ, നമ്മുടെ ഇൻകം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്. അപ്പം നമ്മൾ എത്ര രൂപയുടെ സാധനം വിറ്റു, അതിൽ നിന്ന് വേരിയബിൾ ആയിട്ടുള്ള കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടും, അതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ചാൽ EBIT കിട്ടും, ഇൻട്രസ്റ്റ് കിട്ടും, കാര്യങ്ങൾ കിട്ടും എന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും ക്വസ്റ്റ്യനിലോട്ട് വരുന്നു. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉണ്ട്. അപ്പോൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എങ്ങനെ കിട്ടും? എടാ, സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ നമ്മളെ ഇൻകം സ്റ്റേറ്റ്മെൻറ്റിൽ. ഇനി EBIT എങ്ങനെ കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടില്ലേ? കോൺട്രിബ്യൂഷൻ നമുക്ക് കിട്ടിയില്ല. ഇനി ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറച്ച് എന്താണ്? EBIT ആണ്. ഓക്കെ, ഫിനാൻഷ്യൽ ലിവറേജ് EBIT എങ്ങനെ കിട്ടണമെന്ന് കണ്ടുപിടിച്ചില്ല. അങ്ങനെയാണ് EBT എങ്ങനെ കിട്ടും? അതായത് ഏണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ആണ് EBIT. അതിൽ നിന്ന് ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. അപ്പോൾ എന്ത് കിട്ടും? EBT കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. ഇനി കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഇനി സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിൻ്റെ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റി കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്ന ഒരു ലിവറേജാണ്. ഈ ഫിനാൻഷ്യൽ ലിവറേജ് എന്ന് പറഞ്ഞാൽ ബിസിനസ് റിസ്ക്, ലോൺ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ അങ്ങനെ. അതിപ്പോൾ ഡീറ്റെയിൽ ആക്കാൻ ടൈമില്ല, അതുകൊണ്ടാണ് പറയാത്തത്. ജസ്റ്റ് ഇക്വേഷൻ അറിയാത്തവർ ജസ്റ്റ് ചെയ്ത് എക്സാമിന് ചെയ്യാൻ നോക്കാം. അപ്പോൾ വെറുതെ ഇതാക്കുന്നില്ല. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ രണ്ടും പഠിച്ചു കഴിഞ്ഞാൽ കമ്പൈൻഡ് ലിവറേജിൻ്റെ ഇക്വേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. എടാ, കമ്പൈൻഡ് ലിവറേജ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൈനാണ്. അതായത് ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെയും ഫിനാൻഷ്യൽ ലിവറേജിൻ്റെയും കമ്പൈനിങ് ആണ്. ചുരുക്കി പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഫിനാൻഷ്യൽ ലിവറേജ് ആണ് എന്ത്? കമ്പൈൻഡ് ലിവറേജ്. അങ്ങനെയും പറയാം. അപ്പോൾ ഇത് രണ്ടും ഇൻറ്റു ആണ്. സോ ഈ EBIT കോമൺ ആണ്. ഇത് രണ്ടും നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെയെങ്കിൽ കോൺട്രിബ്യൂഷൻ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. ഈ കോൺട്രിബ്യൂഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എടുത്ത് എഴുതാം. അതുപോലെ ഈ EBIT നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ എടുത്ത് എഴുതാം. അങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ പഠിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? ഈ ഇക്വേഷൻ കിട്ടും. ഓക്കെ, സെറ്റല്ലേ? അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇക്വേഷൻസൊക്കെ ചെറുതായിട്ടൊന്ന് പറഞ്ഞു, അധികം ഡീപ്പാക്കിയിട്ടില്ല, ടൈം കുറവാണ്. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമുക്ക് രണ്ട് കമ്പനീസിൻ്റെ, ഇത് A ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഇത് B ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി, ഇവരുടെ സെയിൽസ് എത്രയാണ്? 4,03,50,000. സെയിൽസ് എന്ന് പറയുന്നത് 4,03,50,000. ഇനി വേരിയബിൾ കോസ്റ്റ് നമുക്ക് എങ്ങനെ കിട്ടും? സെയിൽസിൻ്റെ 40% വേരിയബിൾ കോസ്റ്റ്. സെയിൽസിൻ്റെ 40%. ഫിക്സഡ് കോസ്റ്റ് 25,000, 30,000 തന്നിട്ടുണ്ട്. ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് 1,40,000, 80,000. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കണം, ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ക്വസ്റ്റ്യനിൽ എന്താ പറയുക? ഓപ്പറേറ്റിംഗ് ലിവറേജും ഫിനാൻഷ്യൽ ലിവറേജ് ഓഫ് ദ ബോത്ത് കമ്പനി. അപ്പോൾ കമ്പൈൻഡ് ലിവറേജ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. രണ്ട് കമ്പനീസിൻ്റെയും കണ്ടുപിടിക്കണം, കാരണം ബോത്ത് കമ്പനീസാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റ് ക്വസ്റ്റ്യനൊക്കെ വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് ചെയ്യാം. ഓക്കെ, ഒന്ന് മായ്ച്ചിട്ട് എഴുതാനായിരിക്കും നിങ്ങൾക്ക് ഇത് വേണ്ടി നല്ലതെന്ന് തോന്നും. ഇത് ജസ്റ്റ് ഒന്ന് മായ്ക്കാണ്. ഓക്കെ, നമ്മളൊരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ആദ്യം എന്ത് ചെയ്യുക?
എടി ഇവിടെ ഞാൻ ബോക്സ് വരച്ചാൽ ചെയ്യാൻ പോകണം, കാരണം ഇവിടെ 2 കമ്പനി ഉണ്ട്. നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ, ബോക്സ് ഒന്നും വരക്കണം എന്നില്ല. നിങ്ങൾക്ക് വെറുതെ എടുത്ത് എഴുതിയാലും മതി. ഞാൻ ഇത്രയും വേഗം ചെയ്യാനായി. ഇവിടെ എന്താ ബി ലിമിറ്റഡ് ഇത് ചെയ്തിരുന്നു, ഇവിടെ എ ലിമിറ്റഡിൻ്റെ കാര്യങ്ങൾ എഴുതിയാണ്. ഓക്കെ, ഇനി നോക്കാം. നമുക്ക് ക്വസ്റ്റ്യനിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കണ്ടുപിടിക്കണം. ഓക്കെ, ഇതാണ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. OL എന്ന് എഴുതിയാണ്, ഓപ്പറേറ്റിംഗ് ലിവറേജ് ആണിത്. ഇത് വേണ്ട മര്യാദ. ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. അപ്പോൾ നമുക്ക് കോൺട്രിബ്യൂഷൻ വേണം. കോൺട്രിബ്യൂഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് വരച്ചാൽ പോലെ സെയിൽസിൽ നിന്ന് വേരിയബിൾ കോസ്റ്റ് കുറച്ചാൽ നമുക്ക് എന്ത് കിട്ടും? കോൺട്രിബ്യൂഷൻ കിട്ടും. ക്വസ്റ്റ്യനിൽ സെയിൽസ് തന്നിട്ടുണ്ട്. സെയിൽസ് എത്രയാണ് ക്വസ്റ്റ്യനിൽ? 4 ലക്ഷമാണ്. എ ലിമിറ്റഡിൻ്റെ 4 ലക്ഷം, ബി ലിമിറ്റഡിൻ്റെ 3,50,000 വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും 40% വെച്ചിട്ടാണ്. അപ്പോൾ 4 ലക്ഷത്തിൻ്റെ 40% എത്രയാണ്? 1,60,000. 3,50,000-ൻ്റെ 40%, 1,40,000. അപ്പോൾ ഇതിൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ എത്ര കിട്ടും? 4 ലക്ഷത്തിൽ നിന്ന് 1,60,000 കുറച്ച് കഴിഞ്ഞാൽ 2,40,000 കിട്ടും. ഈ 3,50,000-ൽ നിന്ന് 1,40,000 കുറച്ച് കഴിഞ്ഞാൽ 2,10,000 കിട്ടും. ഇതിൽ നിന്ന് ഫിക്സഡ് കോസ്റ്റ് കുറക്കണം. ഫിക്സഡ് കോസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് എത്ര? 25,000-ഉം 30,000-ഉം തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര കിട്ടും? 2,15,000 എയുടെ EBIT എന്ന് പറയുന്നത്. ബിൻ്റെ EBIT എത്രയാണ്? 2,10,000-ൽ നിന്നും 30,000 കുറച്ച് കഴിഞ്ഞാൽ 1,80,000. ശരിയല്ലേ? നോക്കാം. 10,000-ൽ നിന്ന് 2,10,000-ൽ നിന്ന് 30,000 കുറച്ച് കഴിഞ്ഞാൽ 1,80,000. അപ്പോൾ EBIT നമുക്ക് കിട്ടി. ഓക്കെ, ഇതെന്താ? ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് എന്തിനാണ് വരച്ചത്? ഇക്വേഷനിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇക്വേഷൻ എന്താ? ഓപ്പറേറ്റിംഗ് ലിവറേജിൻ്റെ ഇക്വേഷൻ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ആണ്. ഓക്കെ, അത് ഞാൻ ഇവിടെ എഴുതിയല്ലേ. അപ്പോൾ എഴുതിയ സ്ഥലത്തോട്ട് വന്ന് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT എന്ന് എഴുതിയേക്കാണ്. അപ്പോൾ കോൺട്രിബ്യൂഷൻ എത്രയാണ്? എയിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞാൽ 2,40,000. ഓക്കെ, ആ 2,40,000 ഇവിടെ കൊണ്ടുവന്ന് എഴുതി. ഇനി EBIT എത്രയാണ്? EBIT എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള, അത് കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ സിമ്പിൾ അല്ലേ? EBITയിൽ നിന്ന് എന്ത് ചെയ്യാം? EBIT കണ്ട ഫസ്റ്റ് ലെറ്റർ B ആയിട്ടുള്ള ഫസ്റ്റ് ലെറ്റർ വേണം കുറക്കാൻ. അപ്പോൾ ഇൻട്രസ്റ്റ് കുറക്കാം. ഇൻട്രസ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? EBT കിട്ടും. ഓക്കെ, പക്ഷെ നമുക്ക് വേണ്ടത് ഇവിടെ EBT അല്ല, EBIT അല്ലേ? മൈ മിസ്റ്റേക്ക്, സോറി. അപ്പോൾ എയുടെ എത്രയാണ്? 2,10,000 എടുക്കുക. 2,40,000 ഡിവൈഡഡ് ബൈ 2,10,000 ചെയ്യുമ്പോൾ 1.1 ടൈംസ് എന്ന് കിട്ടും. 2,10,000 എന്ന് പറയുന്നത് 1.1 ടൈംസ് ആണ്. അതായത് എന്താ? EBIT എന്ന് പറയുന്നത് EBIT കോൺട്രിബ്യൂഷൻ്റെ 1.1 ടൈംസ് ആണ്. സോറി, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് EBITൻ്റെ 1.1 ടൈംസ് ആണ്. അങ്ങനെ വേണം വായിക്കാൻ. അതായത് കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താ? EBITയുടെ 1.1 ടൈംസ് ആണ്. ഓക്കെ, അത് കിട്ടി. അങ്ങനെയാണെങ്കിൽ B എങ്ങനെ കണ്ടുപിടിക്കാം? B നമുക്ക് എന്ത് വേണം? ഇക്വേഷൻ എന്താണ്? കോൺട്രിബ്യൂഷൻ ബൈ EBIT ആണ്. കോൺട്രിബ്യൂഷൻ 2,10,000 ഇവിടെ എഴുതി. ഇനി എന്ത് വേണം? EBIT വേണം. EBIT 1,80,000. അതെന്ത് ചെയ്ത് ഇവിടെ എഴുതി. സോ 1.17 ടൈംസ് എന്ന് കിട്ടും. അത് കിട്ടി. ഇനി ചോദിക്കണം എന്താ? ഫിനാൻഷ്യൽ ലിവറേജ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്താ? ഇക്വേഷൻ എന്ന് പറയുന്നത് EBIT ഡിവൈഡഡ് ബൈ EBT ആണ്. EBIT ഓൾറെഡി നമുക്ക് കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് ഇനി എന്ത് വേണം? EBT വേണം. അത് കണ്ടുപിടിക്കാൻ എഴുതി വെച്ചിട്ടുണ്ട്. സോ ഇൻട്രസ്റ്റ് കുറച്ചാൽ മതി. ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിലുണ്ട് 1,40,000-ഉം 80,000-ഉമാണ്. ഇൻട്രസ്റ്റ് 1,40,000
80,000. ഇതൊക്കെ എന്ത് ചെയ്യണം? കുറക്കാനുള്ളതൊക്കെ മൈനസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ 1,80,000 നിന്ന് 80,000 കുറച്ച് കഴിഞ്ഞാൽ 1,00,000 എന്ന് കിട്ടും. 2,15,000 നിന്ന് 1,40,000 കുറച്ച് കഴിഞ്ഞാൽ 75,000 എന്നും കിട്ടും. സോ EBDD. അപ്പം നേരെ എന്ത് ചെയ്യുക? നമ്മുടെ ഇക്വേഷൻ EBIT 2,15,000, EBT എത്രയാ? 75,000. ഓക്കെ, 2.9 ടൈംസ് എന്ന് ഇവിടെ ആൻസർ കിട്ടി. ഇനി ഇതെന്താ? ഇത് എയുടെ ഇവിടെ ഒരു ടേബിൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഇത് എ, ഇത് ബി, ഇത് എ, ഇത് ബി. അപ്പോൾ ബിയുടെ EBIT എത്രയാണ്? 1,80,000 ഇനി EBT എത്രയാണ്? 1,00,000. അപ്പോൾ കിട്ടി 1.8 ടൈംസ്. കമ്പൈൻഡ് ലിവറേജ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടില്ല. ഫിനാൻഷ്യൽ ലിവറേജും ഓപ്പറേറ്റീവ് ലിവറേജായിരുന്നു ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമുക്ക് വെറുതെ കണ്ടുപിടിക്കാം. ഇനി ക്വസ്റ്റ്യനിൽ വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണ്ടേ? കമ്പൈൻഡ് ലിവറേജ് എന്താ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT ആണ്. കോൺട്രിബ്യൂഷൻ നമുക്ക് ഓൾറെഡി ഇവിടെ അറിയാം. 2,40,000 എയുടെ 2,40,000, ബിയുടെ 2,10,000. സോ എയുടെ നമുക്കിവിടെ ഇത് എയുടെ കണ്ടുപിടിക്കാം, ഇവിടെ ബിയുടെ കണ്ടുപിടിക്കാം. എയുടെ എത്ര? 2,40,000 എയുടെ. ഇനി EBT എത്രയാണ്? EBT എന്ന് പറയുന്നത് 75,000 ആണ്. 75,000 ഇവിടെ കൊടുത്താൽ 3.2 ടൈംസ് കിട്ടും. ഇനി ബിയുടെ കണ്ടുപിടിക്കണം. കോൺട്രിബ്യൂഷൻ വേണം ആദ്യം കിട്ടാൻ. കോൺട്രിബ്യൂഷൻ 2,10,000 ആണ്. ഓക്കെ, 2,10,000. ഇനി EBT എത്രയാണ്? EBT 1,00,000 അപ്പോൾ 1,00,000 കൊടുത്തു കഴിഞ്ഞാൽ 2.1 ടൈംസ് എന്ന് കിട്ടും. അപ്പം നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ രീതിയിലെല്ലാം കണ്ടുപിടിച്ച് കഴിഞ്ഞു. ഓക്കെ, ചിലപ്പോൾ എന്തെങ്കിലും എററൊക്കെ വരാം. ഓക്കെ, പറയാൻ പറ്റില്ല. ഞാൻ എന്ത് ചെയ്ത് സ്വന്തമായി വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇക്വേഷനും കാര്യങ്ങളിലൊന്നും ഒരു പ്രശ്നവുമില്ല. നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്ത് ആൻസറിലോട്ടൊക്കെ എത്താം. ഓക്കെ, മാക്സിമം ഡീപ്പായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. വീഡിയോ ഇത്തിരി ലോങ് ആയിട്ടുണ്ട്. അപ്പോൾ ഫുള്ളായിട്ട് കാണാൻ പറ്റണവർ കാണാം. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളുടെ കാര്യം കണ്ട പുതിയ വ്യൂവേഴ്സൊക്കെ ഇപ്പോൾ MCOM എഴുതാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എക്സാം കഴിയാൻ എനിക്കറിയാം. നിങ്ങളുടെ ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇനി ഇതുപോലെ വീഡിയോസ് ഉണ്ടാവുള്ളൂ. ഓക്കെ.